നമസ്കാരം. എം.ആർ. അജിത് കുമാറിന് DGP ആയി പ്രമോഷൻ. പോലീസ് സേനയ്ക്കുള്ളിൽ വൻ അട്ടിമറി. ആലപ്പുഴയിലെ വിവാദമായിട്ടുള്ള രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ADGP എം.ആർ. അജിത് കുമാർ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉന്നതതലത്തിൽ വൈകിപ്പിക്കൽ തന്ത്രം പുറത്തെടുക്കുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നു. അതായത് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ട അടിയന്തര വിശദീകരണം നൽകാതെ താൻ കേരളത്തിന് പുറത്താണ് എന്ന ന്യായവാദം ഉന്നയിക്കുന്നത് കേസ് ഡയറി തിരുത്തിയ കേസിൽ നിന്നും DGP സ്ഥാനക്കയറ്റത്തിനുള്ള സമിതി, അതായത് ഈ DPCയുടെ യോഗമുണ്ട്, ആ യോഗം കഴിയുന്നത് വരെ സമയം നീട്ടിയെടുക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടേണ്ടത്. അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്ക് എന്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കഴിയില്ല? കേരളത്തിന് പുറത്താണെങ്കിൽ തന്നെ ആ അടിയന്തരമായിട്ടുള്ള വിശദീകരണം എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല? അപ്പോൾ ഇതൊക്കെ തൊടുന്യായങ്ങളാണ്. ചിലപ്പോൾ മറ്റു പലരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിലവിൽ ബിവറേജസ് കോർപ്പറേഷൻ MD ആയിട്ടുള്ള അജിത് കുമാറിനോട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ എത്രയും വേഗം വിശദീകരണം നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വകാര്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന് പുറത്താണ് എന്നും മടങ്ങിയെത്തിയ ശേഷം മാത്രമേ മറുപടി നൽകാനാകൂ എന്നും അറിയിച്ചുകൊണ്ട് ADGP നൽകിയ കത്ത് പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള തിരക്കഥയുടെ ഭാഗമാണെന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. അജിത് കുമാറിൻ്റെ വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ DGPക്ക് അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായിട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ സാധിക്കൂ. ഈ നിയമപരമായിട്ടുള്ള സാങ്കേതികത്വം തന്നെയാണ് ADGP തനിക്ക് അനുകൂലമായിട്ടുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. DGP സ്ഥാനക്കയറ്റത്തിനായിട്ടുള്ള സമിതി യോഗം അത് ചേരുന്നതുവരെ ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്താതിരുന്നാൽ യാതൊരുവിധ അച്ചടക്ക നടപടികളോ കറകളോ ഇല്ലാതെ അജിത് കുമാറിന് DGP പദവിയിലേക്ക് ഉയരാൻ സാധിക്കും. ആദ്യ അന്വേഷണത്തിലെ കേസ് ഡയറി തിരുത്തിയതടക്കമുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഇടപെടലുകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ കേസ് അട്ടിമറിക്കുവാൻ നടത്തിയ നിയമവിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ വ്യക്തമായിട്ടും അദ്ദേഹത്തിന് വിശദീകരണം നൽകാൻ ദിവസങ്ങൾ നീട്ടി നൽകുന്നത് പോലീസിലെ ചില ഉന്നതർ ഒത്തുകളിക്കുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സ്വന്തം കരിയർ സുരക്ഷിതമാക്കാൻ നടത്തുന്ന ഈ നീക്കമാണ് യഥാർത്ഥ രക്ഷാപ്രവർത്തനമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളും അണികളും പരോക്ഷമായിട്ട് പരിഹസിക്കുന്നുണ്ട്. കേസ് ഡയറി തിരുത്താൻ കാണിച്ച അതേ താല്പര്യം തന്നെയാണ് പ്രമോഷൻ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഈ വൈകിപ്പിക്കൽ തന്ത്രത്തിലും പ്രകടമാകുന്നത്. പോലീസ് ആസ്ഥാനത്തെയും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലെയും ചില പ്രമുഖരുടെ മൗനാനുവാദത്തോടെയാണ് ഈ നാടകം അരങ്ങേറുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഔദ്യോഗികമായിട്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് സ്വകാര്യ സന്ദർശനത്തിനായിട്ട് സംസ്ഥാനത്തിന് പുറത്തു പോകാൻ അനുമതി ലഭിച്ചത് തന്നെ ഈ ഒത്തുകളിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. DGPയുടെ ശുപാർശ സഹിതമുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട്, ആ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി വഴി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറേണ്ടതാണ്. തുടർന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയാലോചിച്ച ശേഷമായിരിക്കും അന്തിമ നടപടി തീരുമാനിക്കുക. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില സ്വാധീന ശക്തികൾ അജിത് കുമാറിന് അനുകൂലമായിട്ട് നിലകൊള്ളുന്നതാണ് ആഭ്യന്തര വകുപ്പിലെ അടിയൊഴുക്കുകൾ മന്ദഗതിയിലാക്കാൻ കാരണമെന്നുള്ള ആക്ഷേപമുയരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്ന സാധാരണ പോലീസുകാർക്കെതിരെ നിമിഷങ്ങൾക്കകം സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കേസ് ഡയറി തിരുത്തിയ ADGPക്ക് മുന്നിൽ നിയമപുസ്തകം മടക്കി വെച്ച് കാത്തിരിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? DPC യോഗം കഴിഞ്ഞ് സ്ഥാനക്കയറ്റം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ റിപ്പോർട്ടിന്മേൽ വരുന്ന നടപടികൾ സാങ്കേതികമായിട്ട് മറികടക്കാൻ അജിത് കുമാറിന് എളുപ്പമാവുകയും ചെയ്യും. വിവാദമായിട്ടുള്ള ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കപ്പെട്ടതിലൂടെ സംസ്ഥാന പോലീസിൻ്റെ വിശ്വാസ്യതയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത് എന്നുള്ളത് സർക്കാർ മറക്കരുത്. ആ കറ കഴുകിക്കളയാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളെപ്പോലും അപ്രസക്തമാക്കുന്ന തരത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഈ ഒത്തുകളി മുന്നോട്ട് പോകുന്നത്. ഇത് സേനയ്ക്കുള്ളിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ADGP എം.ആർ. അജിത് കുമാറിൻ്റെ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള യാത്ര വെറുമൊരു സ്വകാര്യ സന്ദർശനമല്ല, മറിച്ച് DGP പദവി ഉറപ്പാക്കാനുള്ള തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ് എന്നുള്ള കാര്യം സത്യമാണ്, അതൊരു യാഥാർത്ഥ്യവുമാണ്. വരും ദിവസങ്ങളിൽ ഈ വിശദീകരണ നാടകം, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ ഈ വിശദീകരണ നാടകം അവസാനിക്കുകയും റിപ്പോർട്ട് സർക്കാരിന് മുന്നിലെത്തുകയും ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള പോലീസിൻ്റെ വരുംകാല നീതിബോധം എന്ന് പറയപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടാൻ അജിത് കുമാർ എന്തായിരുന്നാലും അതിനുള്ള സകല കളികളും കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതിന് ഒത്താശയായിട്ട് ആഭ്യന്തര വകുപ്പിലോ അല്ലെങ്കിൽ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ മാത്രമല്ല പോലീസിനുള്ളിലോ പോലീസ് സേനയ്ക്കുള്ളിലോ ഒക്കെ വലിയ അട്ടിമറി നടക്കുന്നുണ്ട്. ഈ അജിത് കുമാറിന് വേണ്ടി വിടുവേല ചെയ്യുന്നവർ അധികമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പോലീസ് സേനയ്ക്കുള്ള ഈ അട്ടിമറി ഉണ്ടല്ലോ, ഇത് നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിനൊപ്പം തന്നെ ഈ സർക്കാരിനും.